ഫൈസൽ പാവറട്ടി സംവിധാനം ചെയ്ത ഹ്രസ്വചിത്രം എന്റെ അച്ഛൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുന്നു. പിതൃസ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ കാലിക പ്രസക്തിയുള്ള വിഷയം ചർച്ച ചെയ്യുകയാണ് ഈ കൊച്ചു സിനിമയിലൂടെ ഫൈസലും സംഘവും. ഓരോ പ്രവാസികളുടെയും അനുഭവങ്ങളും നൊമ്പരങ്ങളുമാണ് ലളിതമായ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രവാസിയായ പിതാവിന്റെ സ്നേഹവും സാമീപ്യവും നഷ്ടമാകുന്ന ഒരു മകന്റെ മനോവിഷമങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയുമാണ് ചിത്രം സഞ്ചരിക്കുന്നത്. നടൻ മാത്യൂസ് പാവറട്ടിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. തിരക്കഥയും സാക്ഷാത്കാരവും ചിത്ര സംയോജനവുമെല്ലാം ഫൈസൽ പാവറട്ടിയാണ് നിർവഹിച്ചത്. തന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുയോജ്യമായി ലഭിച്ച ചെറിയ സൗകര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഫൈസൽ ചിത്രം പൂർത്തിയാക്കിയത്. ഞാനൊരു പ്രവാസിയാണ് ശ്രീ മാത്യൂസ്. അപ്പോൾ മാത്യൂസിനായിട്ട് ഞാൻ ചർച്ച ചെയ്തപ്പോൾ നമുക്കൊരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമയ്ക്കൊരു വഴിത്തിരിവായത്. ആ സബ്ജക്റ്റ് അങ്ങനെ ചെയ്തു. എന്തായാലും അത് നല്ല രീതിയിൽ റെസ്പോണ്ട് ഉണ്ട്, ആളുകളുടെ നല്ല കമൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം. കുട്ടികളാണ് കഥാപാത്രങ്ങളിലധികവും. കഥാതന്തുവിന് അനുയോജ്യമായി പ്രേക്ഷകന്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്ന ആരിഫ് വെമ്മേനാടിന്റെ വരികളും റാഫി പാവറട്ടിയുടെ ആലാപനവും ചിത്രത്തെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നു. റാഫി പാവറട്ടി തന്നെയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണവും നിർവഹിച്ചിട്ടുള്ളത്. എഫ് മീഡിയയുടെ ബാനറിൽ യൂട്യൂബിൽ റിലീസ് ചെയ്ത ചിത്രം ദിവസങ്ങൾക്കുള്ളിൽ ആയിരങ്ങളാണ് കണ്ടത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ബന്ധം പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത് പലപ്പോഴും മക്കൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ അതിന് പറ്റിയ ആ ഒരു തീം എടുത്തപ്പോൾ ഞാനും എൻ്റെ ഈ നാട്ടിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ചേർന്ന് ഒരു നല്ല സിനിമ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഏറ്റെടുത്തു.